നമ്മൾ പേജ് നമ്പർ 119 ചോദ്യങ്ങളൊന്ന് ചെയ്യാം. ഇസ് ദ ഡിഫറൻസ് ഓഫ് എനി ടു മൾട്ടിപ്പിൾസ് ഓഫ് 3 എഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 3 വൈ. അതായത് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ 3ൻ്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കുമോ എന്നാണ് ചോദ്യം. ആണെങ്കിൽ എന്തുകൊണ്ട്? ടീച്ചർ ഉദാഹരണമായിട്ട് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ഞാൻ എടുക്കാം. 3യുടെ മൾട്ടിപ്പിൾസ് ആദ്യം നോക്കാം. 3, 6, 9, 18. 3, 6, 9, 18 ഞാൻ മാറിപ്പോയി ഇവിടെ വളരെ. 9, 12, 15, 18 എക്സെട്ര ഇങ്ങനെ പോകുമല്ലോ 3യുടെ മൾട്ടിപ്പിൾസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ചൂസ് ചെയ്യുന്നു. ഞാനൊരു 18, 3 എടുത്തെന്ന് വിചാരിക്കുക. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 18 and 3 ദാറ്റ് ഈസ് ഓൾസോ 15. ദിസ് ഈസ് ഓൾസോ ദ മൾട്ടിപ്പിൾ ഓഫ് 3. ശരിയല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് എടുത്തു. അവയുടെ ഡിഫറൻസ് എടുക്കുമ്പോഴും കിട്ടുന്ന നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആണോ? വേറൊന്നോട് ചൂസ് ചെയ്ത് നോക്കാം. ഈ 18ഉം 6ഉം ആയാലോ? നോക്കാം. 18 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഈ 12ഉം 3യുടെ മൾട്ടിപ്പിൾ ആണോ? അതെ അല്ലേ? ഏത് കേസിലും നമുക്കിനി എന്തെഴുതാം? നമ്മുടെ ആൻസർ എന്താണ്? is the difference of any two is the difference of any two multiples of 3 again a multiple of 3 ബിക്കോസ് അതിൻ്റെ റീസൺ അവർ ചോദിച്ചിട്ടുണ്ട്. എന്തെഴുതാ? ബിക്കോസ് the difference എന്ന് പറയുമ്പം ഇപ്പോൾ ഉദാഹരണമായിട്ടോടെ നമ്മൾ എടുത്തിരിക്കുന്നത് 18ഉം 3ഉം ആണല്ലോ. 18 എന്ന് പറയുന്നത് 18 മൈനസ് അല്ലെങ്കിൽ 6 എടുത്തു. 18നെ എനിക്ക് 3 × 6 എന്നും 6നെ എനിക്ക് 3 × 2 എന്നും വേണം എഴുതാമല്ലോ. സോ ഈ രണ്ടിൽ എന്ത് കോമൺ ആണ്? 3 കോമൺ ആണ്. സോ 6 - 2. അപ്പോൾ ഇവിടെ ഏത് നമ്പർ വന്നാലും അത് മൈനസ് ഏത് നമ്പർ വന്നാലും അത് ഇൻറ്റു 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കില്ലേ? കണ്ടോ? 3 × 4 12. അപ്പോൾ ഇൻ ജനറലായിട്ട് നമുക്ക് എന്ത് എഴുതാം? രണ്ട് നമ്പേഴ്സിന് ഒരാളെ 3m എന്നും ഒരാളെ 3n എന്നും വിളിച്ചു. അതിന് മൾട്ടിപ്പിൾസിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 3 പുറത്തെടുത്താൽ m - n എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. കാരണം 3 ഇൻറ്റു അല്ലേ ആൻസർ. അപ്പം മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. ക്ലിയർ അല്ലേ? Then the second question. If two numbers leave remainder 1 on division by 3, is the difference a multiple of 3y? അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ് എടുക്കുന്നു. അവയുടെ ഡിഫറൻസ് എടുക്കുന്നു. അപ്പോൾ ആ കിട്ടുന്ന നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? നോക്കിയാലോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 1 വരുന്ന നമ്പർ എടുക്കാം. 4 എടുക്കാം. പിന്നെ 5 പറ്റില്ല. 6, 7 എടുക്കാം അല്ലേ? അതായത് 2 3s are 6 + 1 അല്ലേ? 7. റിമൈൻഡർ 1 വരും. പിന്നെ 8 പറ്റില്ല. 9 പറ്റില്ല. 10 എടുത്ത് നോക്കാം. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണോടാ പിള്ളേരെ? നോക്കിക്കോ. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 3s are 9. റിമൈൻഡർ 1. കണ്ടോ? അതായത് 3യുടെ മൾട്ടിപ്പിൾസിനേക്കാൾ ഒന്ന് കൂടുതലായിട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്നവരാണല്ലോ. അങ്ങനെയുള്ളവരുടെ ഡിഫറൻസ് എടുത്തു. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 7 - 4 3 വരും. അല്ലെങ്കിൽ ഇത് ഡിഫറൻസ് മീൻസ് ചെറുതിൽ നിന്ന് വലുതെന്നോ വലുതിൽ നിന്ന് ചെറുതെന്നോ ഒന്നുമില്ല കേട്ടോ. 4 മുതൽ 7 വരെയുള്ള അകലം, അതിനെയാണ് നമ്മൾ ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എത്രയാണ്? ഇവിടെ 3 ആണ്. ഇവിടെ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നാണ് ഇവരുടെ ചോദ്യം. എന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ നമ്മൾ എന്തെഴുതും? അപ്പോൾ ആദ്യത്തേന് ഉത്തരം എഴുതാമല്ലോ. ഇഫ് ടു നമ്പേഴ്സ് ലീവ് റിമൈൻഡർ 1 on division by 3 ഈസ് ദ ഡിഫറൻസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? ഉത്തരം എസ് എന്ന് എഴുതാം. ദ ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 there
their difference is a multiple of 3. ഇനി ഞാൻ ഈ നമ്പർ തന്നെ ഞാൻ എഴുതാൻ പോകും. എങ്ങനെയാണെന്ന് എല്ലാവരും ശ്രദ്ധിച്ചോ. 4 എന്ന നമ്പറിനെ ഞാൻ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു അല്ലെങ്കിൽ വേണ്ട 3യുടെ മൾട്ടിപ്പിളായിട്ട് തന്നെ എഴുതണം. 3 ഇൻറ്റു 2 പ്ലസ് 1 എന്ന് എഴുതുന്നതിൽ തെറ്റുണ്ടോ? തെറ്റുണ്ടല്ലേ. 2 ഇൻറ്റു അല്ലേ വരണ്ടേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 പ്ലസ് 1. 7നെ ഞാൻ 3 ഇൻറ്റു 2 പ്ലസ് 1. 10നെ വേണമെങ്കിൽ എനിക്ക് 3 ഇൻറ്റു 3 പ്ലസ് 1 ഇങ്ങനെ എഴുതി പോകാമല്ലോ. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ഈ ആദ്യത്തെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് നമുക്ക് എഴുതാമോ? ഡിഫറൻസ് എഴുതുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 2 പ്ലസ് 1ൽ നിന്ന് ഞാൻ 3 ഇൻറ്റു 1 പ്ലസ് 1 മൈനസ് ചെയ്യുക. ഇത് നോക്ക്, 3 2s are 6 പ്ലസ് 1 മൈനസ് 3 ഇൻറ്റു 1 3 പ്ലസ് 1 മൈനസ് ചെയ്യുകയാണേ. എങ്ങനെയാണ് പിള്ളേരെ മൈനസ് ചെയ്യുന്നത്? 1 വേണ്ട നമുക്ക് വേണേൽ കട്ടാക്കി കളയാമല്ലോ. ബാക്കി 6 മൈനസ് 3 എന്ത് വരും? 3 തന്നെ വരും. അപ്പോൾ ഇവിടെ റിമൈൻഡർ ആയിട്ട് വരുന്നവരെ ആദ്യം തന്നെ സബ്ട്രാക്ഷനിൽ കട്ടായി പോകും. പിന്നെ പോയിട്ട് വരുന്നത് എന്താ? നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനല്ലേ, ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ കണ്ടീഷനായിട്ട് 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്നത് ഒരു 3യുടെ മൾട്ടിപ്പിൾസ് തന്നെയായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ട് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഭംഗിയായിട്ട് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ 3 ഇൻറ്റു ഒരു മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്ത നമ്പറിനെ ഒരു എ എന്ന് എടുക്കുന്നു. 3a പ്ലസ് 1. വേറൊരു നമ്പറും എന്ത് തന്നെയാണ്? 3a പ്ലസ് 1 അല്ലേ. എല്ലാം റിമൈൻഡർ 1 വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ സബ്ട്രാക്ഷൻ എടുത്ത് എന്ത് സംഭവിക്കും? ഇത് ബി എന്ന് വേറൊരു നമ്പർ കൊടുക്കാം, 3aയും 3bയും. സോ 3a മൈനസ് 3b എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ വരും. അതിൽ നിന്ന് 3 പുറത്തെടുത്താൽ a മൈനസ് b. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെയും ഡിഫറൻസിനെ ഇൻറ്റു 3 കൊണ്ട് ചെയ്താൽ അത് ഉറപ്പായിട്ടും 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് 2 numbers leave remainder 2 on division by 3, is their difference a multiple of 3y? അതായത് ഒന്നിന് പകരം 2 ഡിഫറൻസ് വന്നാൽ ഒന്നിന് പകരം 2 റിമൈൻഡർ വന്നാൽ അത്രയും നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കുക. അത് 3യുടെ മൾട്ടിപ്പിളാണ്. എന്തുകൊണ്ട്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന കേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു നമ്പർ 8 എടുത്താലോ. 8നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 2s are 6, റിമൈൻഡർ 2 എന്ന് കണ്ടോ. വേറൊരെണ്ണം നമുക്കൊരു 11 എടുക്കാം. 11 എടുത്താൽ 3 3s are 9, റിമൈൻഡർ 2. സോ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 11ഉം 8ഉം. അത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വന്നു? 3 വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കുക, ഓരോ നമ്പർ ഒരാൾ 8 ആണ്, ഒരാൾ 11 ആണ്. ഇനി അടുത്ത ആൾ ആര് വരും? അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുന്ന 11ഉം 12 13 14 വരും അല്ലേ. അടുത്തത് 15 16 17 വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്താ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരുന്ന നമ്പേഴ്സാണ്. അവയുടെ ഡിഫറൻസ് ഏത് 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്താലും അത് 3യുടെ മൾട്ടിപ്പിളാണ്. നോക്കാം, 17 മൈനസ് 8 എത്രയാണ്? 17ൽ നിന്ന് 8 കുറച്ചാൽ 9 എന്ന് എഴുതാം. ഓക്കെ, ഈ 9 ആരാണ്? ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3. ഏത് 2 നമ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അവിടെ എല്ലാം ഡിഫറൻസ് എത്ര വരും? നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദ ഡിഫറൻസ് ഓഫ് എനി 2 നമ്പർ ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നും കൂടെ എഴുതി വെച്ചാൽ മതിയാവും. ഓക്കെ, അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഓൾ തിങ്സ് ക്യാൻ വി സേ ഇഫ് വി ടേക്ക് 4 ഇൻസ്റ്റെഡ് ഓഫ് 3 ഇൻ ദ ലാസ്റ്റ് പ്രോബ്ലം? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ 3ക്ക് പകരം 4 ആയിരുന്നു എങ്കിൽ ഈ കണ്ടീഷൻസ് എല്ലാം എങ്ങനെയാകുമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പർ നമുക്ക് എടുക്കാം. 5 തൊട്ടെടുക്കാം അല്ലേ. 4 കഴിഞ്ഞപ്പോഴേ തൊട്ടെടുത്ത ആൾ 5 അല്ലേ. 5 എടുത്തു. പിന്നെ 8 പറ്റില്ല. 8 റിമൈൻഡർ 0 വരും, അപ്പോൾ 9 വരും. അടുത്തത് പിന്നെന്താ വരിക? 13 വരും. 12 വരില്ല, 13 വരും അല്ലേ. ഇനി ഇവയുടെ ഡിഫറൻസ് നമുക്ക് നോക്കാം. 9 മൈനസ് 5
എന്ന് പറഞ്ഞാൽ 4 ആണ്. 13 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 8 ആണ്. തൊട്ടടുത്ത ആളെ കൊണ്ടൊന്ന് പരീക്ഷിച്ച് എഴുതിയാലോ. 17. 5 മൈനസ് 17 നോക്കാം. സോ 17 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഈ നമ്പറിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് മക്കളെ? ഇതെല്ലാം ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് അല്ലേ? ദീസ് ആർ മൾട്ടിപ്പിൾ ഓഫ് 4. ഓക്കെ. ഇനി അതേ കേസ്, ഇനി റിമൈൻഡർ 2 വരുന്ന കേസ് നമുക്ക് അപ്പോൾ 5 ഉം 6 എടുക്കാം. 6 പിന്നെ 2 വരുന്നത് 8, 9, 10 വരും. പിന്നെ 14 വരും. ഡിഫറൻസ് നോക്കിയാലോ. ഡിവൈഡ് ചെയ്ത് കാണണോടോ പിള്ളേരെ. നോക്കിക്കോ. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 1s are 4, റിമൈൻഡർ 2 കണ്ടോ. 10നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 2s are 8/-2. അടുത്ത എത്ര? 14. 4 ഉണ്ട്. 4 3s are 12. എല്ലാത്തിനും റിമൈൻഡർ 2. അപ്പോൾ റിമൈൻഡർ 2 വരുന്ന നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കാം. 10 മൈനസ് 6 എത്ര വരും? 4 വരും. 14 മൈനസ് 6 എന്ത് വരും? 8 വരും. 14 മൈനസ് 10 എന്ത് വരും? 4 വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വരുന്നതെല്ലാം എന്ത് തന്നെയാണ്? മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പം നമുക്ക് ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം വരുന്ന ഏത് നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ള ഒരു ജനറൽ കോൺസെപ്റ്റ് അവിടെ ഉണ്ടായി. ശരിയല്ലേ? നിങ്ങൾ എത്ര വേണമെങ്കിലും എടുത്തോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരെ വരാം? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. അത്രയല്ലേ വരാൻ പറ്റുള്ളൂ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരുമോ? ഇല്ല. ആ ഡിവൈസറിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന നമ്പർ വരെ എന്ത് വരുള്ളൂ? റിമൈൻഡർ വരുള്ളൂ. സോ സച്ച് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ അതും എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. അപ്പോൾ 4ാമത്തെ ചോദ്യം ഒരു ജനറലൈസേഷൻ ആട്ടോ. ഇഫ് 2 നമ്പേഴ്സ് ലീവ് ദ സെയിം റിമൈൻഡർ. ഇത്ര നേരം റിമൈൻഡർ പർട്ടിക്കുലറായിട്ട് 1 എന്ന് പറഞ്ഞിരുന്നു, 2 എന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ റിമൈൻഡർ സെയിം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ എടുക്കുന്നു, അതിനെ നമ്മൾ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം സെയിം റിമൈൻഡർ ആണ് കിട്ടുന്നതെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഡിഫറൻസ് ഓഫ് ദീസ് നമ്പേഴ്സ് ആൻഡ് ദ ഡിവൈഡിങ് ദ നമ്പർ? അങ്ങനെയാണെങ്കിൽ എന്ത് റിലേഷനാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയത്? അവ തമ്മിലുള്ള ഡിഫറൻസും ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് എന്ത് കിട്ടി? നമുക്ക് ഓരോ കേസിലും മനസ്സിലായി. ആ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അവിടെ വന്നിരിക്കുന്ന ഓരോ നമ്പറിൻ്റെയും എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓൾ ദ ഡിഫറൻസസ് ഓഫ് ദീസ് നമ്പേഴ്സ് ആർ ദ മൾട്ടിപ്പിൾ ഓഫ് ദ ഡിവൈസർ. ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇഫ് ദ ഡിഫറൻസ് ഓഫ് 2 നമ്പേഴ്സ് ലീവ് ദ സെയിം റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ എ നമ്പർ, ദെൻ ദ ഡിഫറൻസ് ഓഫ് സച്ച് നമ്പേഴ്സ് ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് ഡിവൈസർ എന്നൊരു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് ആ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളൊരു ജനറൽ കൺസെപ്റ്റിൽ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ.